BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ജാളിത്യം മറക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കും. കോഴിക്കോട് വിദ്യാർത്ഥി ചാരായം സ്കൂളുകൾക്ക് കൊണ്ടുവരുന്ന സംഭവം വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ചീത്ത പറഞ്ഞും ശിക്ഷിച്ചും വിദ്യാർത്ഥികളെ തിരുത്താൻ കഴിയില്ല. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ അനുമതി നൽകിയാൽ ദുരുപയോഗം ചെയ്തേക്കും. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കുമെന്നും മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. 3ാം അലോട്ട്മെന്റിനു ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കും. പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കും. തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് 1 മില്യൺ തൂഫാൻ ഗോൾ. ഇപ്പോൾ വേൾഡ് കപ്പാണ്, എല്ലാവരും അതിൻ്റെ ലഹരിയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേകമായി എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ അത് തൂഫാനുമായി കണക്ട് ചെയ്തിട്ടാണ്. തൂഫാൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളോട് ഗോളടിച്ച് അതൊരു ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ കൊടുത്തിരുന്ന സമയം കഴിഞ്ഞ ജൂൺ 12 തൊട്ട് വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് ഓഗസ്റ്റ് 20 വരെയാണ് സമയം അനുവദിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ 25-ാം തീയതി ആയപ്പോഴേക്കും 1 മില്യൺ ഗോള് ക്രോസ് ചെയ്തു. 10 ലക്ഷം ഗോള് കുട്ടികൾ അടിച്ചു കഴിഞ്ഞു. ഇനിയും അത് തുടരും. അപ്പോൾ വേൾഡ് കപ്പാണ് ഇന്ന് കുട്ടികളുടെ ലഹരി. അങ്ങനെ കായിക വിനോദങ്ങളിലേക്കും കലാപരമായ ആസ്വാദനങ്ങളിലും വിനോദങ്ങളിലേക്കും കൊണ്ടുവന്ന് മറ്റു തരത്തിലുള്ള ലഹരിയിൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ലഹരിയിലേക്ക് കുട്ടികൾ പോകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഈ 1 മില്യൺ തൂഫാൻ ഗോളിൻ്റെ കാര്യത്തിൽ അത് വലിയ സ്വീകാര്യതയാണ് ഇന്ന് കേരളത്തിൽ ലഭിച്ചത്. പക്ഷേ ഈ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഈ ചാരായുമായി സ്കൂളിലേക്ക് വരുന്ന സംഭവം ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ സ്കൂൾ കുട്ടികളുടെ ബാഗ് പോലും പരിശോധിക്കുന്നതിന് ചില ചട്ടപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഇതിന് കാരണമായി പോകുന്നത്? നേരത്തെ നമുക്ക് അധ്യാപകർക്ക് ചീത്തയെങ്കിലും പറയാൻ പറ്റും, പക്ഷേ ഇപ്പോൾ അതുപോലും പറയാൻ പറ്റില്ല. അതിൻ്റെ മറ്റൊരു വശം ഉണ്ടാവും നിങ്ങൾ പറയുമ്പോൾ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പഴയ കാലത്ത് നമുക്ക് കോളേജ് ക്യാമ്പസുകളെ ആയിരുന്നു നമ്മൾ വലിയ ആദ്യയോടുകൂടി കണ്ടിരുന്നത്. ഇന്നും അതിൻ്റെ ആദ്യം കുറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്കൂൾ ക്യാമ്പസുകൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ലഹരിയുടെ കാര്യത്തിൽ ഇന്ന് മാറിയിട്ടുണ്ട്. പലപ്പോഴും ചില സംഗതികളിലൊക്കെ സ്കൂൾ കുട്ടികൾ വരെ അതിൽ ഉൾപ്പെട്ടതായിട്ട് കഴിഞ്ഞ കാല സംഭവങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂളുകളും നമ്മൾ ജാഗ്രതയോടുകൂടി നോക്കണം. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിൻ്റെയും മെറിറ്റ് നോക്കിയിട്ട് വേണം. അപ്പോൾ ജനറലായിട്ട് നമുക്കൊരു ലൈസൻസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അധ്യാപകർക്ക് കുട്ടികളെ ഇത്തരം കാര്യത്തിൽ നിയന്ത്രിക്കാനൊരു ഫ്രീഡം വേണം. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടാനും പാടില്ല. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടന്നു കയറാനും പാടില്ല. അങ്ങനെ പറഞ്ഞൂടെ. അതൊക്കെ നമ്മൾ പരിചരണത്തിലൂടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാം. നിയന്ത്രണങ്ങൾ ആവശ്യം. MLA എന്നോട് ആദ്യമായിട്ട് ഈ മണ്ഡലത്തിൽ ചെയ്തു തരേണ്ട ഒരു കാര്യം, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറഞ്ഞത് മോയിൻസ് സ്കൂളിൻ്റെ ഈ വിഷയമാണ്. തീർച്ചയായും ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ആലോചിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യും. ഈ രണ്ടാമത്തെ അലോട്ട്മെന്റിന് ശേഷം കൂടുതൽ പുറത്ത് തന്നെയാണ് പട്ടികയിലുള്ളത്. മൂന്നാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി പലരും കാത്തു നിൽക്കുന്നു. അതിൽ ഫില്ല് ചെയ്ത് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ അധിക ബാച്ചുകൾ നൽകേണ്ടി വേണ്ടി വരുമെന്നാണ് ഇതിനകം ഞങ്ങൾ ചോദിച്ച റിപ്പോർട്ടിൽ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുള്ള മറുപടി. പാലക്കാട്ടും മലപ്പുറത്തും അതുപോലെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ കുറവുണ്ടാകും എല്ലാ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കഴിഞ്ഞ ക്യാബിനറ്റിൽ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി പരമാവധി അഡീഷണൽ ബാച്ചുകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ അധിക ബാച്ച് എപ്പോഴും നൽകുമ്പോൾ ഹ്യൂമാനിറ്റീസ് ബാച്ചാണ് നൽകുന്നത്. പല വിദ്യാർത്ഥികൾക്കും സയൻസ് എടുക്കാൻ ആഗ്രഹമുണ്ടാവും, അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹമുണ്ടാവും.
പക്ഷേ അധിക ബാച്ച് നൽകുന്ന എല്ലാം ഹ്യൂമാനിറ്റീസ് ആണ് എന്ന രീതിക്ക് ഒരു പരാതി വരുന്നുണ്ട്. അല്ല, അത് തിരിച്ചുണ്ട്. ഹ്യൂമാനിറ്റീസ് ബാച്ച് വേണമെന്നാവശ്യപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ വയനാട്ടിൽ നിന്ന് നമ്മുടെ മന്ത്രി സിദ്ദീഖൊക്കെ ആവശ്യപ്പെട്ടത് അവിടെയുള്ള ബാച്ചുകൾ സയൻസ് ആയതാണ്, എന്നാൽ കുറച്ച് ഹ്യൂമാനിറ്റീസിന് ആവശ്യക്കാരുണ്ടെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പരിശോധിച്ചിട്ട് ഉള്ള പരിഗണനയാണ് ആ കാര്യത്തിൽ ഉണ്ടാവുക. പിന്നെ ഈ സയൻസ് ബാച്ചുകൾ അനുവദിക്കുമ്പോൾ എപ്പോഴും ലബോറട്ടറി സംവിധാനങ്ങളും ലാബ് സൗകര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ല. അപ്പോൾ അനുവദിക്കാൻ എളുപ്പം അതാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എളുപ്പം അതാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ സുപ്രീം കോടതിയിൽ നിന്ന് നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളമില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളത് കഴിഞ്ഞ അടിയന്തര പ്രമേയത്തിൽ കൃത്യമായി നിയമസഭയിൽ തന്നെ വിശദീകരിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് എല്ലാ അവകാശവും കൊടുത്തുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചത്. ഇതെല്ലാം വിശദീകരിച്ചതാണ്. പിന്നെ എന്തിനാ ഒപ്പിട്ടത്? നിയമസാധ്യത ഇല്ലാത്തത് നോക്കിയിട്ടാണ് ഒപ്പിട്ടത്. പുതിയ സർക്കാരിന് റദ്ദ് ചെയ്യാൻ എവിടെയാണ് അതിൽ ഓപ്ഷൻ ഇല്ല. ഞങ്ങളത് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞതിന് രാജ്യത്ത് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷം കേരളത്തിലുണ്ടാവും. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ഗവൺമെന്റിന്റെ ഒരു തീരുമാനമോ പുതിയ കാര്യമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് പ്രതിഷേധിച്ചവരാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷം. അപ്പോൾ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. സത്യത്തിൽ ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പരിശോധിക്കുന്നില്ലേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. ഉപസമിതി പരിശോധിച്ച് അതെ, ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. ഇനി അടുത്ത 1-ാം തീയതി ചേരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്കൂൾ പ്രധാന അധ്യാപകരുടെയും മറ്റും ട്രാൻസ്ഫർ നടന്നു വരുന്നേ ഉള്ളൂ. അതിനിടയിൽ ഉണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സെൻസസുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫറുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അതിന് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ അത് മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ടുണ്ടായ ഒരു പ്രതിസന്ധിയാണ് ഈ വേക്കൻസി ആയിട്ട് കിടക്കുന്നത്. പരിഹരിക്കും, അതിനുള്ള ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യം. അതിൻ്റെ നിലപാടുകളൊക്കെ ഇന്നലെ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് അക്കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. പക്ഷേ ഇത് UDF ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് വിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് AK ബാലൻ പോലുള്ള CPI നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അല്ല, അത് അതിൻ്റെ നയം തീരുമാനിക്കേണ്ടത് UDF ആണല്ലോ. സബ്ജക്ട് കമ്മിറ്റിയിൽ വരുന്നത് അതിൻ്റെ മറ്റ് സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. നിയമസഭയിൽ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ബില്ലിൻ്റെ പരിശോധന അത് അതിൻ്റെ ഒരു റൊട്ടീൻ വർക്കാണ്. പക്ഷെ പോളിസി തീരുമാനിക്കുന്നത്, അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, പോളിസി തീരുമാനിക്കുന്നത് UDF. മന്ത്രിതല ഉപസമിതി ഇപ്പോൾ ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ വേണ്ട തീരുമാനിക്കുകയാണെങ്കിൽ കോടതിയെ സമീപിക്കുന്നത് കരാർ റദ്ദാക്കണമെന്ന് സംസ്ഥാനത്തിന് സ്വാഭാവികമായി കരാറ് ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കോടതിയെ സമീപിക്കുക. എന്താണ് അതിൻ്റെ ഒരു നിയമവഴി? അല്ല, അതൊക്കെയാണ് പരിശോധിച്ച് വരുന്നത്. അത് അതിൻ്റെ പരിശോധന പൂർത്തിയായിട്ട് പറയാൻ കഴിയും. അതിപ്പം ഞങ്ങളായിട്ട് കൂട്ടിയതല്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അതിലൊന്നും ഒരു വർധനവും വരുത്തിയിട്ടില്ല. പിന്നെ പരീക്ഷാ ഭവനുമായി ബന്ധപ്പെട്ട് ചില ഡിലേ ഉണ്ട് എന്നുള്ളത് കാലങ്ങളായിട്ടുള്ളൊരു പരാതിയാണ്. അപ്പോൾ അവിടുത്തെ ചില സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് അതിൻ്റെ പ്രധാന പ്രശ്നം. അത് ഞങ്ങൾ പരിഹരിക്കും. മറ്റൊരു കാര്യം, ഈ താങ്കളുടെ മണ്ണാർക്കാട്, അട്ടപ്പാടി ആദിവാസി ഉന്നതികളിൽ സോളാറും വിൻഡ് മില്ലും സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ. അവിടെ സ്ഥാപിച്ചാൽ അഴിമതി ഉണ്ട് നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി K കൃഷ്ണൻകുട്ടി അദ്ദേഹം തന്നെ അത് അഴിമതി നടന്നിട്ടുണ്ട്, പുതിയ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. ഈ സർക്കാരിൻ്റെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ടൊരു പരാതി ലഭിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ തീർച്ചയായും, അല്ലെങ്കിൽ ഞാനതൊന്ന് അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നടപടി ഉണ്ടാവും. ഈ ആദിവാസി മേഖലകളിൽ കൊണ്ടുവരുന്ന പ്രോജക്റ്റിൻ്റെ പേരിലൊന്നും അഴിമതി നടത്താൻ ആരെയും അനുവദിക്കില്ല.
മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.